കലഗലാട്ടയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തേക്കിൻകാട് അങ്ങനെ മനോഹരമായ ഒരു സായാഹ്നത്തിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നത്. നാളെയാണ് ഈ ഒരൊറ്റ രാവിന്റെ അകലം മാത്രം കൗമാര കലാപൂരത്തിന് അരങ്ങുണരാൻ ഈ ഒറ്റ രാവിന്റെ അകലം മാത്രം. അപ്പോൾ തൃശ്ശൂർ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഒരാളെ ക്ഷണിക്കുകയാണ്, കാരണം പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരാളാണ് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം മിനിസ്റ്റർ കെ രാജൻ. മിനിസ്റ്റർ ഓടി നടന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല ഓട്ടം ആയിരിക്കും. അപ്പോൾ അവസാനം എത്തി നിൽക്കുമ്പോൾ സംതൃപ്തി ഉണ്ടോ? സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായി ഒരാഴ്ചയല്ല കുറച്ച് നാളുകളായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ വലിയ അഭിമാനത്തോടെയാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. കാരണം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പഴുതടച്ച വിധത്തിലുള്ള സംഘാടനത്തിനാണ് ഇത്തവണ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചത്. നാളെ വൈകുന്നേരം കേരളത്തിൽ നിന്ന് ഇവിടെ എത്തുന്ന എല്ലാവരും ഒരു ഉറപ്പോട് കൂടിയാണ് വരുന്നത്. തൃശ്ശൂർ പൊളിക്കും. നാളെ രാത്രി കളറ് ശരിക്കും കാണാം. മാത്രമല്ല മിനിസ്റ്റർ, തൃശ്ശൂരർക്ക് ഈ പൂരൊക്കെ നടത്തി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അല്ല, അത് മാത്രമല്ല നാളെ കലോത്സവം തുടങ്ങുന്നത് തന്നെ ഒരു മിനി പൂരത്തിലാണ്. ആനയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് എലഞ്ഞിത്തറ മേളം അതുപോലെ അവതരിപ്പിക്കുന്ന അത്യുജ്വല പാണ്ടിമേളം നല്ല 64 കൊടകൾ നിന്നങ്ങ് ഉയരും. അതോടുകൂടി നമ്മള് അതെ ഒരു കൗമാര പൂരം ഉറപ്പായിട്ടും എല്ലാ കാര്യത്തിലും പൂരത്തിന്റെ ടച്ചാണ്. നാളെ വൈകുന്നേരം വ്യാപാരി വ്യവസായികളുടെ സ്വിച്ച് ഓൺ കൂടി കഴിഞ്ഞാൽ നഗരം പൂർണ്ണമായി ഇലിമിനേറ്റ് ചെയ്യും. എല്ലാം സൗന്ദര്യവൽക്കരിക്കും. തേക്കിൻകാട് പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് കാണാവുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. ആ പൂരത്തിലേക്ക് എല്ലാവരെയും കേരളത്തിന്റെ എല്ലാ മേഖലകളിലുള്ള ആളുകളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ തിരക്കുണ്ടാവുമെന്ന് പേടിക്കണ്ട. 14 ലക്ഷം പേര് വരുന്ന പൂരത്തെ ഒരു കുറവുമില്ലാതെ നടത്തുന്നവരാണ് തൃശ്ശൂർക്കാര്. അതുകൊണ്ട് എത്ര പേർ വന്നാലും ഇവിടെ കൊള്ളും, ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഭക്ഷണം ഉണ്ടാകും, ഇവിടെ കലോത്സവത്തിന് സുഗമമായി കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നീണ്ടുപോകുന്ന പരിപാടി ഒരു കാരണവശാലും നീളരുത് എന്നാണ് നമ്മുടെ താല്പര്യം. പ്രത്യേകിച്ച് ചില കേസുകൾ നീട്ടാൻ താല്പര്യമുള്ളതിന് അങ്ങനെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. കുറച്ചുണ്ടാകും, എന്നാലും പരമാവധി ഇത്തവണ സമയക്ലിപ്തത കൂടി ഉത്തരവാദ കലോത്സവം എന്നാണ് ഈ കലോത്സവത്തിന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വം സംഘാടകർക്കും പങ്കാളികൾക്കും അവരെ കൊണ്ടുവരുന്നവർക്കും ഉണ്ടാകണം. മത്സരാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കൂടി വന്നാൽ തൃശ്ശൂരിലെ പൂരം ഇത്തവണ ഗംഭീരമാകുന്നല്ല, ഇതൊരു പുതുപൂരമായിട്ട് തൃശ്ശൂർ അങ്ങ് ഏറ്റെടുക്കുകയാണ്. എല്ലാവരും പൂരത്തിൽ അലിയാന്നുള്ളതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും എന്ന് വെച്ചാൽ സംഘാടകരൊക്കെ അതിൽ അലിയണം. പഴയ ഓർമ്മകൾ കടന്നു വരും. ഞാൻ കഥാപ്രസംഗം ഉണ്ടായിരുന്നു സ്കൂളിൽ ചെറിയ കാലത്ത്. പിന്നെ ഹൈസ്കൂളിലേക്കൊക്കെ കടന്നോടുകൂടി പ്രസംഗം മാത്രമായി. നിമിഷ പ്രസംഗം എന്നാണ് പഴയത്. 5 മിനിറ്റ് മുമ്പ് വിഷയം തരും, പിന്നെ 5 മിനിറ്റ് പ്രസംഗിക്കാം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പ്രസംഗത്തിനോ? പ്രസംഗം ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് സമയത്ത് കൊടുക്കുന്ന പ്രസംഗമല്ലേ. കഥാപ്രസംഗത്തിന്റെ വരിയാണോ? കഥാപ്രസംഗം ഇപ്പൊ ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ പാടിയനെ. വേണ്ട. എന്തായാലും റവന്യൂ കലോത്സവങ്ങൾ, സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, ഇന്റർസോൺ കലോത്സവം നമ്മുടെ മനസ്സിലെ വലിയ അനുഭവങ്ങളായിരുന്നു. അക്കാലത്തൊക്കെ മേടിച്ച സമ്മാനങ്ങളും അക്കാലത്ത് കിട്ടിയ അംഗീകാരങ്ങളും ഒക്കെ കുറെ കൂടി ഗംഭീരമായി കുട്ടികൾക്ക് കിട്ടണമെന്ന ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ട് വരുന്ന മക്കൾക്കൊക്കെ എല്ലാ തരത്തിലും സന്തോഷത്തോടെ തൃശ്ശൂരിൽ നിന്ന് പോകാൻ പറ്റും. ആ വിധത്തിലാണ് ഈ സർക്കാരിന്റെ കാലത്ത് അവസാനത്തെ കലോത്സവമാണ്. ഇനി വീണ്ടും വരും ഞങ്ങൾ തന്നെ, എങ്കിലും ഈ കാലത്തെ അവസാനത്തെയാണ്. 249 ഇനങ്ങൾ, 249 ഇനങ്ങളിലും പുതിയ, അതായത് നമ്മുടെ ആദിവാസി ദളിത് മേഖലയിലെ കുട്ടികളുടെ കലാരൂപങ്ങൾ, മോഹിനിയാട്ടം പോലെ, കഥകളി പോലെ, ഭരതനാട്യം പോലെ, പണയ നൃത്തം, ഇരുള നൃത്തമൊക്കെ ഒരു ഇനമായി കഴിഞ്ഞ വർഷത്തോടു കൂടി നമുക്കിടയിലേക്ക് വന്നു കഴിഞ്ഞു. അതൊരു വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്നവരുടെ മീഡിയ മണ്ണൊക്കെ പ്രത്യേകിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, സമൂഹത്തിലെ ഓരത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവന്റെ വികാരം വാർത്തകളായി പ്രതിഫലിപ്പിക്കുന്ന നിങ്ങൾക്ക് അത്തരം വിഭാഗങ്ങളുടെ കലാമൂല്യമുള്ള ഇനങ്ങൾ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് സമ്മാനം വേദിയിൽ എത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും കാണാത്ത ഐറ്റങ്ങളാണ്. മാത്രമല്ല ആ കലാകാരന്മാർക്ക് കൂടി ഒരു അംഗീകാരം ഉണ്ടാവുകയാണ് അവരുടെ ഇനങ്ങളും മത്സരങ്ങളും. എല്ലാ ആശംസകളും അതിവേഗം വരുന്ന ദിവസങ്ങളിൽ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ടാകും. എപ്പോഴും മിനിസ്റ്റർ, അപ്പൊ ആ സമയത്ത് ഒരു കഥാപ്രസംഗമോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അങ്ങനെ മിനിസ്റ്റർ പറഞ്ഞതുപോലെയാണ് ഇവിടെ മത്സരങ്ങൾ മാത്രമല്ല, തൃശ്ശൂർ എത്തവണ ഗഡിയോളം അങ്ങോട്ട് തോക്കുന്നതാ തോന്നുന്നത് കേട്ടോ. അപ്പൊ തൃശ്ശൂർ എടുക്കാൻ പോവുകയാണ് കലാകൗമാരം നാളെ മുതൽ. എന്ന് വെച്ചാൽ
ദാ ഈ മെയിൻ വേദിയുടെ പേര് എന്തായിരുന്നു? സൂര്യകാന്തി. അപ്പൊ സൂര്യകാന്തിയും പാരിജാതവും ചെമ്പകവും പവിഴമല്ലിയും എന്താണ് മന്ദാരവും, അങ്ങനെ ഓരോ 24 വേദികൾക്ക് 24 പൂക്കളുടെ പേരുകളാണ്. ആ പൂക്കളൊക്കെ അങ്ങനെ പൂത്തുലയാൻ പോകും. അങ്ങനെ ഇനി സുഗന്ധമാണ് ഈ വേദിയിലാകെ പരന്നൊഴുകുക. മാത്രമല്ല ഈ മരം കൂടി നമുക്ക് പറയണം, നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ സ്റ്റാളിന്റെ, നമ്മുടെ കലകലാട്ട സ്റ്റാളിന്റെ പവലിയന്റെ മുന്നിൽ നമുക്ക് അനുഗ്രഹമായ ഒരു മരമുണ്ട്. ഇത് തേക്കാണോ? ഉറപ്പില്ല കേട്ടോ, ഇതിന്റെ ഇല കണ്ടിട്ട് തേക്കായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഈ മരം വന്നപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നി, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഫ്രെയിമിലൊക്കെ വളരെ മനോഹരമായിരിക്കും. അപ്പൊ നമ്മള് കലാകൗമാരത്തെ ഇതിന്റെ ചോട്ടിലേക്ക് സ്വാഗതം ചെയ്തു. മാത്രമല്ല നമ്മൾ ഇവിടെ വന്ന് ഇനിയിപ്പോ തൃശ്ശൂര് തൂക്കാൻ പോവുകയാണ്. വരൂ, ഈ മരച്ചുവട്ടിലിരിക്കാം. നമ്മൾ കലാകൗമാരത്തെ സ്വാഗതം ചെയ്തു. മഹേഷ് പോലും ഇപ്പൊ പറഞ്ഞു തന്നെ കേട്ടോ, കലാകൗമാരമേ വരൂ, നമുക്ക് ഈ മരച്ചുവട്ടിലിരിക്കാം. നാളെ മരച്ചുവട്ടിലിരിക്കാം. നിങ്ങളുടെ സർഗശേഷി അങ്ങനെ ഇതൾ വിടർത്തി സുഗന്ധം വരത്തട്ടെ.